ആസിഫ് അലി ചിത്രമായ ടിക്കി ടാക്ക് എന്ന സിനിമയിൽ ആസിഫ് അലിക്ക് പരിക്ക് പറ്റിയതിന് മൂലം ഈ സിനിമയുടെ ഷൂട്ടെല്ലാം നിർത്തിവെച്ചിരുന്നു. അപ്പോൾ അത് ഈ സിനിമയുടെ ഷൂട്ട് വീണ്ടും ആരംഭിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സെപ്റ്റംബർ മാസം പകുതിയിലായിരിക്കും സിനിമയുടെ ഷൂട്ടിന് വീണ്ടും ആരംഭിക്കുക. ദിലീപ് നായകനാവുന്ന അടുത്ത സിനിമയാണല്ലോ ബാബാബ എന്ന ചിത്രം. നിലവിൽ ഈ സിനിമയിൽ ഇപ്പോഴത്തെ വിനീതും ധ്യാൻ ശ്രീനിവാസനുമുള്ള കോംബോ സീൻസാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. കൂടാതെ തന്നെ ദിലീപ് അടുത്ത മാസമായിരിക്കും ഈ സിനിമയിൽ ജോയിൻ ചെയ്യുക. കൂടാതെ തന്നെ ഇപ്പോഴത്തെ ഈ സിനിമയെക്കുറിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമയിൽ മലയാളത്തിൽ നിന്ന് വലിയൊരു താരം തന്നെ ക്യാമറയിൽ എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഫഹദ് ഫാസിൽ ചിത്രമായ ആവേശം സിനിമയുടെ ഹിന്ദി റീമേക്ക് ഇപ്പോൾ വിറ്റുപോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ കരൺ ജോഹറാണ് ഈ സിനിമയുടെ റീമേക്ക് റൈറ്റ്സ് സ്വന്തമാക്കി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. NTR നായകനാവുന്ന സിനിമയാണല്ലോ ദേവര. സിനിമയിൽ സൈഫ് അലി ഖാനും ഈ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഇപ്പോഴത്തെ സൈഫ് അലി ഖാന്റെ ഒരു ഗ്ലിംസ് വീഡിയോ ഇപ്പോൾ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മഹാരാജ എന്ന സിനിമയ്ക്ക് ശേഷം ഡയറക്ടർ നിതിലന്റെ അടുത്തൊരു സിനിമ വരുന്നു. സിനിമയിൽ ഇപ്പോഴത്തെ പ്രധാന വേഷത്തിൽ നയൻതാര ആയിരിക്കും എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ സിനിമയുടെ ടൈറ്റിൽ ഇപ്പോൾ മഹാറാണി എന്നായിരിക്കുമെന്നാണ് റൂമറുകൾ. സിനിമ ഒരു പക്ഷേ നിർമ്മിക്കുക പാഷൻ സ്റ്റുഡിയോസും കൂടിയായിരിക്കും. കഴിഞ്ഞ മാസം ധനുഷ് നായകനായി വന്ന ഒരു സിനിമയായിരുന്നല്ലോ റായൻ. സിനിമ ഇപ്പോഴത്തെ 150 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ ധനുഷിന്റെ ആദ്യമായിട്ടാണ് ഒരു സിനിമ 150 കോടി ക്ലബിൽ ഇടം പിടിക്കുന്നത്. സിനിമയുടെ OTT റിലീസ് നോക്കി ഞങ്ങൾ ഈ മാസം അവസാനം ഓഗസ്റ്റ് 30 ഈ സിനിമ OTT റിലീസായി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ആമസോൺ പ്രൈം വീഡിയോയിലായിരിക്കും ഈ സിനിമ OTT റിലീസായിട്ട് വരിക. മമ്മൂട്ടിയെ നായനാക്കി കുറുപ്പ് സിനിമയുടെ റൈറ്ററായ ജിതിൻ കെ തോമസ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ വരുന്നു. സിനിമ ഇപ്പോഴത്തെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സിനിമയുടെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനമെല്ലാം പ്രതീക്ഷിക്കുക.